ഹായ് ഗൈസ്, ഇന്നാണെങ്കിൽ കോളേജിൽ പോകണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എണീറ്റ് അപ്പുറത്ത് അവനെ കഴിക്കാനായിട്ട് വിളിച്ച്. അവൻ എണീറ്റില്ല. ഇതാണ് നമ്മുടെ ജൂലി. ഞാനിവിടെ വരുന്നതിന് കുറേ നാൾ മുന്നേ തൊട്ട് ജൂലി ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഫേവറേറ്റാണ്. നമുക്കിവിടെ പാൽച്ചായ ഒന്നും കിട്ടത്തില്ല, കട്ടൻ ചായ മാത്രമേ കിട്ടത്തുള്ളൂ. വെളിയിൽ ഇങ്ങനെ നമ്മുടെ അഡ്മിഷൻ നമ്പർ എഴുതിയിട്ടുണ്ടാവും. അത് വെട്ടിയെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനിന്ന് 2 അപ്പം ഇത്തിരി ഗ്രീൻ പീസ് കറിയാണ് എടുത്തത്. തിരിച്ച് റൂമിൽ വന്നപ്പോൾ മുടി വെട്ടുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നേ. ഇത് മുടി വെട്ടുന്ന ആളൊന്നുമല്ല കേട്ടോ, നമ്മുടെ അപ്പുറത്തെ റൂംമേറ്റാണ്. പുള്ളിക്കാരൻ നമുക്ക് മുടിയൊക്കെ വെട്ടിത്തരുന്നത്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. മുടിയെല്ലാം വെട്ടി കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ കഴിക്കാനായിട്ട് പോയേ. ഇവിടാണെങ്കിൽ ഭയങ്കര വെയിലായിപ്പോൾ കേട്ടോ, നടക്കാൻ പോലും വയ്യ. വെളിയിലത്തെ ചെമ്പിൽ വെള്ളം ഉണ്ടാവും, അതിനകത്ത് 1 രൂപ വെള്ളം എടുത്തിട്ട് ചോറ് എടുത്തു. ഇന്ന് നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത് ചോറും അവിയലും പിന്നെ രസവും തക്കാളിക്കറിയായിരുന്നേ. ഇവിടുത്തെ ഫുഡൊക്കെ അത്യാവശ്യം നല്ലതാണ്. നേരെ വന്നൊരു സിനിമയും ഞങ്ങൾ കാണാമായിരുന്നു. ഉറങ്ങിപ്പോയി. എന്നിട്ട് നേരെ കാപ്പി കുടിക്കാനായിട്ട് പോയിരുന്നു. കാപ്പി കുടിക്കുന്ന സംഗീത്. കാപ്പിയുടെ ഒപ്പം റവേലുവയായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ചു വന്നപ്പോൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. അവിടെ നേരെ ട്യൂഷൻ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ആരോ ലാലേട്ടനെ ഒട്ടിച്ച് വെച്ചേക്കുന്നു. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ. ഹായ് ഗൈസ്, ഇന്നാണെങ്കിൽ കോളേജിൽ പോകണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എണീറ്റ് അപ്പുറത്ത് അവനെ കഴിക്കാനായിട്ട് വിളിച്ച്. അവൻ എണീറ്റില്ല. ഇതാണ് നമ്മുടെ ജൂലി. ഞാനിവിടെ വരുന്നതിന് കുറേ നാൾ മുന്നേ തൊട്ട് ജൂലി ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഫേവറേറ്റാണ്. നമുക്കിവിടെ പാൽച്ചായ ഒന്നും കിട്ടത്തില്ല, കട്ടൻ ചായ മാത്രമേ കിട്ടത്തുള്ളൂ. വെളിയിൽ ഇങ്ങനെ നമ്മുടെ അഡ്മിഷൻ നമ്പർ എഴുതിയിട്ടുണ്ടാവും. അത് വെട്ടിയെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനിന്ന് 2 അപ്പം ഇത്തിരി ഗ്രീൻ പീസ് കറിയാണ് എടുത്തത്. തിരിച്ച് റൂമിൽ വന്നപ്പോൾ മുടി വെട്ടുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നേ. ഇത് മുടി വെട്ടുന്ന ആളൊന്നുമല്ല കേട്ടോ, നമ്മുടെ അപ്പുറത്തെ റൂംമേറ്റാണ്. പുള്ളിക്കാരൻ നമുക്ക് മുടിയൊക്കെ വെട്ടിത്തരുന്നത്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. മുടിയെല്ലാം വെട്ടി കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ കഴിക്കാനായിട്ട് പോയേ. ഇവിടാണെങ്കിൽ ഭയങ്കര വെയിലായിപ്പോൾ കേട്ടോ, നടക്കാൻ പോലും വയ്യ. വെളിയിലത്തെ ചെമ്പിൽ വെള്ളം ഉണ്ടാവും, അതിനകത്ത് 1 രൂപ വെള്ളം എടുത്തിട്ട് ചോറ് എടുത്തു. ഇന്ന് നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത് ചോറും അവിയലും പിന്നെ രസവും തക്കാളിക്കറിയായിരുന്നേ. ഇവിടുത്തെ ഫുഡൊക്കെ അത്യാവശ്യം നല്ലതാണ്. നേരെ വന്നൊരു സിനിമയും ഞങ്ങൾ കാണാമായിരുന്നു. ഉറങ്ങിപ്പോയി. എന്നിട്ട് നേരെ കാപ്പി കുടിക്കാനായിട്ട് പോയിരുന്നു. കാപ്പി കുടിക്കുന്ന സംഗീത്. കാപ്പിയുടെ ഒപ്പം റവേലുവയായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ചു വന്നപ്പോൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. അവിടെ നേരെ ട്യൂഷൻ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ആരോ ലാലേട്ടനെ ഒട്ടിച്ച് വെച്ചേക്കുന്നു. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.